Hi my dear students, once again welcome back to probability. Today's fifth class. നമ്മൾ ഈ പ്രോബബിലിറ്റിക്കകത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കണ്ടീഷണൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, അല്ല മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളിതിനകത്ത് ഓൾറെഡി 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 26. Here is the 26th question. An ant contains 10 black and 5 white balls. 2 balls are drawn from the air one after the other without replacement. What is the probability that both the drawn balls are black? Question മനസ്സിലായോ മക്കളെ? നമ്മളൊരു കുറേ ബോൾസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ടോട്ടൽ എത്ര ബോൾസാണ് ഉള്ളത്? 10 ബ്ലാക്ക് ആൻഡ് 5 വൈറ്റ് ബോൾസ്. അപ്പോൾ ടോട്ടലി 15 ബോൾസ് ഉണ്ട്. അതിന് നമ്മൾ 2 ബോൾസ് എടുക്കുക. അത് എടുക്കുന്ന ഒരു കണ്ടീഷനുണ്ട്, വൺ ആഫ്റ്റർ അതർ വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. റീപ്ലേസ്മെന്റ് ഇല്ലാതെയാണ് എടുക്കുന്നത്, 1 by 1 ആയിട്ടാണ് എടുക്കുന്നത്. ആദ്യം എടുത്തു, അത് മാറ്റി വെച്ചു, പിന്നെ അടുത്തതിന് വീണ്ടും ബാക്കിയുള്ളതിനകത്ത് എടുക്കുന്നു. അപ്പം ഇങ്ങനെ 2 ബോൾസ് എടുക്കുകയാണ്. പറഞ്ഞേക്കണേ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ഡ്രോൺ ബോൾസ് ആർ ബ്ലാക്ക് എന്ന് വെച്ചാൽ ആദ്യത്തേതും ബ്ലാക്ക് കിട്ടണം, രണ്ടാമത്തേതും ബ്ലാക്ക് കിട്ടണം. അപ്പം നമുക്ക് വേണമെങ്കിൽ എ ബി ദി ഇവന്റ് ഓഫ് ലെറ്റ് എ ബി ദി ഇവന്റ് ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് in the first drawing. അപ്പോൾ probability of A എന്ന് പറഞ്ഞാൽ എന്ത് വരും? probability of A എന്ന് പറഞ്ഞാൽ ടോട്ടൽ 15 ബോൾസ് ആ ഉള്ളത്. അതിനകത്ത് നമുക്ക് ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞാൽ 10 ബ്ലാക്ക് ആ ഉള്ളത്. സോ 10 by 15 വരും. ഓക്കെ, ഇനി രണ്ടാമത്തതിനെ നമുക്ക് ബി എന്ന് വിളിക്കാം. ബി ദി ഇവന്റ് ഓഫ് getting a black in the second drawing. Okay, ഇനി നമുക്ക് തന്നിരിക്കുന്നത് what is the probability that both the balls are drawn one after other without replacement. ഫസ്റ്റ് ഡ്രോയിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ഡ്രോയിങ്ങിൽ ഒരു ബ്ലാക്ക് കിട്ടണം. ദറ്റ് ഫസ്റ്റ് ഡ്രോയിങ് വൈറ്റ് ആയിരിക്കുകയും ചെയ്യണം, എന്നാലല്ലേ ബോത്ത് ബോൾസ് രണ്ടാമത്തതും ബ്ലാക്ക് കിട്ടണം. അപ്പൊ രണ്ടാമത്തെ ബ്ലാക്ക് കിട്ടുന്നതും ആദ്യത്തെ ബ്ലാക്ക് കിട്ടുന്നതും നമ്മൾ ഡിപ്പെൻഡന്റ് ആണ്. കാരണം എന്താണ്, ആദ്യത്തേതിന്റെ ബ്ലാക്ക് കിട്ടാതിരിക്കുവാണെങ്കിൽ രണ്ടാമത്തേനകത്ത് ബ്ലാക്കുകളുടെ എണ്ണം എടുക്കാനുള്ളതിന്റെ ചാൻസ് ഇത്രയും കൂടെ കൂടുതലാണ്, അല്ലേ? ഇപ്പൊ നമുക്ക് 10 ബോൾസ് ഉണ്ട്. അപ്പൊ അത് ആദ്യം എടുക്കുമ്പോൾ വൈറ്റ് കിട്ടുന്നെങ്കിൽ രണ്ടാമത്തേത് എടുക്കാൻ നേരത്ത് വീണ്ടും 10 ബോൾസ് ഉണ്ടാവും, ബ്ലാക്ക് ബോൾസ് ഉണ്ടാവും. അപ്പം അത് മാറുന്നതനുസരിച്ച് ആദ്യത്തെ ബ്ലാക്ക് വൈറ്റ് ആയി മാറുന്നതനുസരിച്ച് രണ്ടാമത്തതിന്റെ പ്രോബബിലിറ്റി വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ പറഞ്ഞാണ് ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് getting a black in the second hand given that first drawing will give a black. So probability of B given A means A has already occurred. Probability of A has already occurred എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡ്രോയിങ്ങിൽ വൈറ്റ് ഓൾറെഡി കിട്ടിയിരിക്കണം, ബ്ലാക്ക് ഓൾറെഡി കിട്ടിയിരിക്കണം. ദെൻ സെക്കൻഡ് ഡ്രോയിങ്ങിൽ ബ്ലാക്ക് കിട്ടണം. അപ്പോൾ ഈ A has already occurred ആണ്. സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ്? അപ്പോൾ നമുക്ക് വേണ്ടത് ഓൾറെഡി ഒക്കേർഡ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഡ്രോയിങ്ങിൽ ബ്ലാക്ക് കിട്ടിക്കഴിഞ്ഞു ആൻഡ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ് സെക്കൻഡ് ഡ്രോയിങ് പോകുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ബോൾസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 14 വരും. കാരണം ഓൾറെഡി 15 ഉണ്ടായിരുന്നു, അതിൽ ഒരു ബോൾ നമ്മൾ ഓൾറെഡി എടുത്ത് മാറ്റി കഴിഞ്ഞു. ഫസ്റ്റ് ഡ്രോയിങ് ഹാസ് ഓൾറെഡി ഒക്കേർഡ്, ദാറ്റ് വിൽ ബി എ ബ്ലാക്ക്. അപ്പോൾ ഇനി നമുക്ക് എത്ര ബ്ലാക്ക് ഉണ്ടോ? ഓൾറെഡി ഒക്കർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എത്ര ബ്ലാക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ 10 ഒരു ബ്ലാക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, 9 ബോൾസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഹാസ് ഓൾറെഡി ഒക്കേർഡ്, സോ ദാറ്റ്സ് വൈ ടോട്ടൽ ബോൾസ് വിൽ reduced to 14 and the number of black balls also reduced to 9. ഓക്കെ, ഇനി നമ്മളോട് പറയുന്നത് എന്താണ്? We have to find the probability of getting a black in the first turn and in the second turn. Means we have to find P of
first time black and second time black. B be the event of getting a black in the second time. A be the event of getting a black in the first time. അപ്പോൾ സോ ഫസ്റ്റ് ഡ്രോയിങ്ങും സെക്കൻഡ് ഡ്രോയിങ്ങും ബ്ലാക്ക് ആകാനുള്ള ചാൻസ് ആണ്. സോ വൈ നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യാം. സോ ബൈ ഫോർമുല P of A into P of B given A അല്ലേ. സോ ദാറ്റ് ഈസ് A എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു 10/15 ആണ്. ഇൻറ്റു B given A is 9/14 ആണ്. സോ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് റെഡ്യൂസ് ചെയ്യാം. ഇത് വരുമ്പോൾ 2 കൊണ്ട് കട്ട് ചെയ്യാം, അപ്പോൾ 5 വരും. ഇത് 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 7 വരും. ഈ 5ഉം 15ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 3 വരും. ഈ 3യും 9 കട്ട് ചെയ്യുമ്പോൾ 3 വരും. സോ ആൻസർ ഈസ് 3/7 എന്ന് കിട്ടും. That is the probability getting a first black ball and the second also a black. ഓക്കെ മക്കളെ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ കണ്ടീഷണൽ പ്രോബബിലിറ്റി വരുന്നതിന്റെ ഒരു രീതി എങ്ങനെ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ബാഡ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഒന്നാമത്തെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്ത സമയത്ത് ഇങ്ങനെ ഞാനൊരു ഡെഫിനേഷന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്തിരുന്നു. 3 കോയിൻസ് ടോസ് ചെയ്യുന്നതിൻ്റെ എക്സ്പെരിമെൻ്റ് എടുത്തിരുന്നു. അതിനകത്ത് നിന്ന് A എന്നുള്ളത് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറഞ്ഞിരുന്നു. ബി ദി ഫസ്റ്റ് ഡ്രോയിങ് ഫസ്റ്റ് കോയിൻ വിൽ ഷോ എ ഹെഡ് എന്നും പറഞ്ഞ് കാണിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് എടുത്തിരുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുമ്പോട്ട് പോയപ്പോൾ ഇത്തിരി ഇങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിരുന്നു പ്രോബബിലിറ്റി ഓഫ് A given B. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇവിടെ B എന്നുള്ളതിന് നമ്മൾ എടുത്തിരുന്നത് ഇവിടുത്തെ സാമ്പിൾ സ്പേസ് ആയിട്ട് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ കോമൺ ആയിട്ട് എടുത്തിരുന്നതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഇപ്പോൾ എടുത്തപ്പോഴത്തേക്കും വന്നിട്ടുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് പോകാം. ഇവിടെ ഇതായിരുന്നു പറഞ്ഞിരുന്നത്, അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് കിട്ടുന്നത് ഇത് 2 പറഞ്ഞു. അത് 2 ഈ 4 എണ്ണം വരും. ഇതിനകത്ത് എല്ലാത്തിനകത്ത് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് ആണ്. ആൻഡ് ഫസ്റ്റ് ഡ്രോയിങ് വിൽ ഗീവ് എ ഹെഡ് എന്ന് പറയുമ്പോൾ ഞാനത് കോമൺ എടുത്തതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് വരുത്തി. അതായത് ഇത് 2 മാത്രമാണ്, ഈ 2 കേസ് മാത്രമാണ് കോമൺ എടുത്തത്. പക്ഷെ ഇതും അതിനകത്ത് കോമൺ ആയിട്ട് വരുന്നതാണ്, അത് വിട്ടുപോയിരുന്നു. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കേസും നമുക്ക് ഇങ്ങോട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് A given B എന്ന് പറയുന്നത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് 2/4 എന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം 2/4 അല്ല അത്. ഇതിനകത്ത് ഫേവറബിൾ കേസസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് ആയിട്ട് ഈ 4 എണ്ണമാണ് എടുത്തിരുന്നത്. അത് 4 എണ്ണം തന്നെ വരും. ഈ മേളിൽ വരുന്നതിനകത്ത് നമുക്ക് 3 എണ്ണം വരും, ഈ എച്ചും കൂടെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് എടുക്കുമ്പോൾ ഇതിനെ നമുക്കറിയാം ഇത് തെറ്റാണ് എഴുതിയിരിക്കുന്നത്, 1/2 എന്നല്ല. ടോട്ടൽ നമ്പർ കേസ് 4 ആണ്. ഇവിടെ വരുമ്പോൾ ഈ ഒരു കേസും കൂടെ വരും. ഇതിനകത്തും ഫസ്റ്റ് ഡ്രോയിങ് ഹെഡാണ്. ഇതും ഫസ്റ്റ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് ആണ് ഇതെല്ലാം. ഇത് ഫസ്റ്റ് ഹെഡ് വരുന്ന ഇതും കൂടെ വരും. അപ്പോൾ ഇത് 3/4 എന്ന് വരും. ഇതാണ് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ, പ്രോബബിലിറ്റി ഓഫ് A given B എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മളവിടെ P of A given B യുടെ ഫോർമുല കണ്ടുപിടിച്ചിരുന്നു. ഫോർമുല ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഫോർമുലയ്ക്ക് അത് പറഞ്ഞിരുന്നത് P of A given B എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? P of A intersection B divided by PB എന്നായിരുന്നു. അപ്പോൾ നമ്മൾ P of A intersection B എന്ന് പറയുമ്പോൾ ഇവിടെ 3 കേസ് ഉണ്ട്, 3 കോമൺ ആയിട്ട് വരുന്നത്. P of B എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ P of A intersection B എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 3/8 ആണ്. ഇത് 4/8 ആണല്ലോ, കാരണം നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ 8 എണ്ണമാണ് മൊത്തം ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ സാമ്പിൾ സ്പേസ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ, 1 2 3 4 5 6 7 8 എണ്ണമാണ്. അതുകൊണ്ടാണ് നമുക്ക് ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ 8 എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറഞ്ഞാൽ നമുക്ക് 3 എണ്ണം വരും. ഇതിനകത്തുനിന്ന് 3 out of 8 വരും. A ഇന്റർസെക്ഷൻ ബിയുടെ 1 2 3 എണ്ണം വരും. B എന്ന് പറഞ്ഞാൽ 4 എണ്ണം ഓൾറെഡി ഉണ്ടല്ലോ. സോ 3/8/4/8 3/4 എന്ന് വരും. അപ്പോൾ നമ്മൾ ആ എടുത്ത വാല്യൂസ് ഒന്നും വ്യത്യാസം വന്നു പോയി. ഈ ഒരു കേസ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് അവിടുത്തെ പ്രോബബിലിറ്റിയിൽ ചെറിയ വ്യത്യാസം വന്നത്. അപ്പോൾ 1/2 അല്ല അവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ
3/4 ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുന്നത് പ്രതീക്ഷിക്കും. നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വന്ന സാധനമാണ്. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 cards are drawn at random without replacement from a pack of 52 playing cards. Find the probability that both the cards are black. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ ഏതാണ്ട് ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എടുക്കാം എ ബി ദി ഇവന്റ് ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഇൻ ദ ഫസ്റ്റ് ഡ്രോയിങ്. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബ്ലാക്ക് കിട്ടണം. നമുക്ക് ടോട്ടൽ എത്ര ബ്ലാക്കാ ഉള്ളത്? 52 കാർഡാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ കേസ് 52 ആണ്. അതിൽ പകുതി ബ്ലാക്കും പകുതി റെഡും ആണല്ലോ. അപ്പോൾ പകുതി എന്ന് പറഞ്ഞാൽ 26 വരും. സോ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/2 വരും. ഇനി ബി ദി ഇവന്റ് ഓഫ് getting a black in the second also, but getting a black in the second. രണ്ടാമത്തെ ഡ്രോയിങ്ങിലും നമ്മൾ ബ്ലാക്ക് കാർഡ് എടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കാർഡിൽ നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആ വേണ്ട. കാരണം എന്താണ്? ഫസ്റ്റ് ഓൾറെഡി കഴിഞ്ഞു. ഫസ്റ്റ് ഇവന്റ് ഓൾറെഡി ഒക്കർ ചെയ്ത് കഴിഞ്ഞു. അതായത് ഫസ്റ്റിൽ നമുക്ക് ബ്ലാക്ക് കിട്ടിക്കഴിഞ്ഞു. ദെൻ ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഓൾറെഡി ഒരെണ്ണം എടുത്ത് മാറ്റി കഴിഞ്ഞു. ഇനി രണ്ടാമത് വീണ്ടും എടുക്കുകയാണ്. മീൻസ് എ ഹാസ് ഓൾറെഡി ഒക്കേർഡ് എന്ന് വെച്ചാൽ ആദ്യത്തെ ബ്ലാക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്ത് വരും? ഓൾറെഡി ബ്ലാക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ 52-നകത്ത് നിന്ന് ഒരു ബ്ലാക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ടോട്ടൽ കാർഡ് 51 ആവും. ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞാൽ 26 ബ്ലാക്ക് ഉള്ളതിനകത്ത് ഒരു ബ്ലാക്ക് ഓൾറെഡി മാറിക്കഴിഞ്ഞു. ഇത് നമുക്ക് 25 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് കാർഡ്സ് ആർ ബ്ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റും ബ്ലാക്ക് ആകണം, സെക്കൻഡും ബ്ലാക്ക് ആകണം അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റും ബ്ലാക്ക് ആകണം, സെക്കൻഡും ബ്ലാക്ക് ആകുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ആദ്യത്തെ ബ്ലാക്ക് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ആദ്യത്തെ ബ്ലാക്ക് ആണ് ആൻഡ് മീൻസ് ഇന്റർസെക്ഷൻ ബി ആണ് വേണ്ടത്. സോ പ്രോബബിലിറ്റി ഓഫ് ബൈ ഫോർമുല പി ഓഫ് എ ബൈ probability of A intersection B, that is probability of A into probability of B given A അല്ലേ? നമ്മുടെ നേരത്തെ ഫോർമുല തന്നെ. സോ 26/52 into 25/51. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് 1/2 എന്ന് എഴുതുക ആണെങ്കിൽ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. 25/51 that is equal to 25/102 എന്ന് വരും. സോ that is the probability. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി. ഓക്കെ മക്കളെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 28. 2 balls are drawn at random with replacement from a box containing 10 black and 8 red balls. Find the probability that 3 cases ഉണ്ട്. Both balls are red. First ball is black and second is red. One of them is black and other is red. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് നമ്മുടേതായ ഭാഷയിൽ നാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഈ ബ്ലാക്ക് ബോള് 2 ബോൾസ് ആണ് എടുക്കുന്നത്. നമുക്കറിയാം മൊത്തം നമ്മുടെ കയ്യിൽ 18 ബോൾസ് ആണുള്ളത്, 18 ബോൾസ് ആണുള്ളത്. അതിൽ തന്നെ 18 ബോൾസിൽ തന്നെ 10 ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ 8 റെഡ് ഉണ്ട് അല്ലേ? ഇത് രണ്ടോട് കൂടുമ്പോൾ നമുക്ക് 18 ബോൾസ് ആണല്ലേ. അപ്പം ഇതിനകത്ത് 2 ബോൾസ് എടുക്കുക. 2 ബോൾസ് എടുക്കുമ്പോൾ പലതരത്തിൽ വരാം. 2 ബ്ലാക്ക് വരാം, 2 റെഡ് വരാം, ഒരു ബ്ലാക്ക് ആദ്യത്തേൽ റെഡ് വരാം, രണ്ടാമത്തെ ബ്ലാക്ക് വരാം, തിരിച്ചും വരാം. ഇങ്ങനെ പല ചാൻസസ് ഉണ്ട്. അതിൽ ചോദിച്ചാണ് ബോത്ത് ബോൾസ് ആർ റെഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തതും റെഡ് ആയിരിക്കണം, രണ്ടാമത്തതും റെഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റീസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് ഈ B1 എന്നുള്ളതിനെ ലെറ്റ് B1 be the event of getting B1 and B2 എടുക്കാം. B1 B2 denote the events that the first and the second balls drawn are black. B1 first and second. Event of getting first ball is black and second ball is black. B1 first and second balls
ആർ ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് R1 R2 എന്ന് എടുക്കാം. റെഡ് ഉണ്ടല്ലോ, അതുപോലെ R1 R2 ബി ദി ഇവന്റ് ഓഫ് ഗെറ്റിംഗ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റെഡ് റെസ്പെക്റ്റീവ്ലി ബോൾസ് റെഡ് റെഡ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് B1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ബ്ലാക്ക്. ഫസ്റ്റ് എൻഡിൽ വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ആദ്യത്തിൽ ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 10 ബ്ലാക്ക് ഉള്ളത്, സോ 10 ഔട്ട് ഓഫ് 15 ആണ്. ദെൻ P ഓഫ് B2 എന്ന് പറഞ്ഞാൽ അത് രണ്ടാമത്തത് ബ്ലാക്ക് കിട്ടാനാണ്. രണ്ടാമത്തത് വിത്ത് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് രണ്ടാമത്തത് നമുക്കറിയാം അതിനും വ്യത്യാസമൊന്നുമില്ല. ടോട്ടൽ ബോൾസ് സെയിം തന്നെയാണ്. എടുക്കുന്നു, തിരിച്ചിടുന്നു, തിരിച്ചിട്ട് വീണ്ടും 15 ബോൾ ആവും. അതിൽ നിന്ന് 10 എടുക്കാനുള്ള ചാൻസ്, ഒരു വൈറ്റ് ബ്ലാക്ക് എടുക്കാനുള്ള ചാൻസ് സെയിം തന്നെയാണ്. ഇനി P ഓഫ് R1 എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്വൽ ടു റെഡ് കിട്ടാനുള്ള ചാൻസ് 8 ഔട്ട് ഓഫ് 15 ആണ്. ആൻഡ് P ഓഫ് R2 എന്ന് പറഞ്ഞാൽ 8 ഔട്ട് ഓഫ് 15 തന്നെയാണ്, സെയിം തന്നെയാണ് അല്ലേ? കാരണം എന്താണ്? സെയിം ബോൾസ് തന്നെയാണ്. 8 ഔട്ട് ഓഫ് 18, ഐ മീൻ 15 അല്ല 18 ആണ് ടോട്ടൽ ബോൾസ്. അപ്പോൾ ഇത് 18 വരും. ഓക്കെ, ഇതും 18 എന്ന് എഴുതണം. ഇത് നമുക്ക് 18 ആക്കി എഴുതാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഓരോന്നോരോന്നെടുക്കാം. ബോത്ത് ബോൾസ് ആർ റെഡ് എന്ന് വെച്ചാൽ എന്ത് വരും മക്കളെ? ബോത്ത് ബോൾസ് ആർ റെഡ് എന്ന് പറഞ്ഞാൽ രണ്ടും റെഡ് ആകണം അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തതും റെഡ് ആകണം ആൻഡ് രണ്ടാമത്തതും റെഡ് ആകണം. പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് റെഡ് എന്ന് വെച്ചാൽ R1 ആൻഡ് മീൻസ് ഇന്റർസെക്ഷൻ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഇൻ ദ സെക്കൻഡ്. നമുക്കറിയാം ആദ്യത്തത് റെഡ് കിട്ടുന്നതും രണ്ടാമത്തെ റെഡ് കിട്ടുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല അല്ലെ? ആദ്യത്തെ റെഡ് കിട്ടുന്നതിന്റെ പേരിൽ രണ്ടാമത്തെ റെഡ് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ റെഡ് കിട്ടിയതിന്റെ പേരിൽ രണ്ടാമത്തെ റെഡ് കിട്ടുക, അങ്ങനെയൊന്നുമില്ല. ദേ ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് അല്ലെ? ആദ്യത്തെ റെഡ് കിട്ടി, ആ ഇവന്റ് അവിടെ തീർന്നു. രണ്ടാമത്തെ റെഡ് കിട്ടി, ആ ഇവന്റ് അവിടെ തീർന്നു. That means they are independent event. Means the occurrence of one of them does not affect the occurrence of the other. ആദ്യത്തെ റെഡ് കിട്ടിയതിന്റെ പേരിൽ രണ്ടാമത്തെ റെഡ് കിട്ടാതെ ഇരിക്കത്തില്ല, അല്ലെങ്കിൽ ആദ്യത്തെ റെഡ് കിട്ടിയതിന്റെ പേരിൽ രണ്ടാമത്തെ റെഡ് കിട്ടുകയില്ല. മീൻസ് ഡസ് നോട്ട് അഫക്ട്. ദിറ്റ് മീൻസ് ദേ ആർ ഇൻഡിപെൻഡന്റ്. അപ്പോൾ എന്ത് വരും? P of R1 intersection is equal to P of R1 into P of R2 അല്ലേ? ദാറ്റ് മീൻസ് ആദ്യത്തേത് നമുക്കറിയാം 8/18 ആണ്. രണ്ടാമത്തതും 8/18 ആണ് അല്ലെ? 8/18 ആണ്. ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയുമ്പോൾ 4/9 into 4/9 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 16/81 എന്ന് വരും. ദാറ്റ് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ദ ബോൾസ് ആർ റെഡ്. ഓക്കെ, ഒന്നാമത്തെ ആൻസർ ആയി. ഇനി നമുക്ക് രണ്ടാമത്തതിലേക്ക് പോകാം. രണ്ടാമത്തതിലേക്ക് പോകുമ്പോൾ ഈ രണ്ടാമത്തെ ഫസ്റ്റ് ബോൾ ഈസ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ഈസ് റെഡ് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ബോൾ ബ്ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ബോൾ ബ്ലാക്കിനെ B1 എന്ന് വിളിക്കുന്നത്. ആൻഡ് മീൻസ് ഇന്റർസെക്ഷൻ ആണ്. സെക്കൻഡ് ഈസ് റെഡ് മീൻസ് സെക്കൻഡ് ഈസ് R2. സോ P of B1 ഇന്റർസെക്ഷൻ R2 ആണ്. ഇത് നമുക്കറിയാം ദേ ആർ ഓൾസോ മ്യൂച്വലി ഇൻഡിപെൻഡന്റ് ആണ്. therefore P of B1 into P of R2 എന്ന് എഴുതാം. B1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. 8/18 ആണ്. ദാറ്റ് ഈസ് സോറി ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് ആകുമ്പോഴത്തേക്കും 10/18 ആണ്. സോ 5/9 എഴുതാം. ഇൻറ്റു മറ്റേത് 4/9 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20/81 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തതിലേക്ക് പോകാം. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദം ഈസ് ബ്ലാക്ക് ആൻഡ് അതർ ഈസ് റെഡ്. എന്ന് വെച്ചാൽ ഒന്ന് ബ്ലാക്കും ഒന്ന് റെഡും ആകണം. എന്ന് വെച്ചാൽ ആദ്യത്തേതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇവന്റ് വേണമെങ്കിൽ വരുന്നതാണ്. ഒന്നില്ലെങ്കിൽ ബ്ലാക്ക്, ആദ്യത്തേത് ബ്ലാക്ക് ആകാം, രണ്ടാമത്തേത് റെഡ് ആകാം, ഓർ തിരിച്ചു വരാം. സോ B1 ഫസ്റ്റ് ബ്ലാക്ക് ആൻഡ് എന്ന് വെച്ചാൽ ഇന്റർസെക്ഷൻ ആൻഡ് R2 വരാം. B1 ഇന്റർസെക്ഷൻ R2 ഇങ്ങനെ വരാം. ഓർ ഇതല്ലാതെ ഓർ മീൻസ് യൂണിയൻ, തിരിച്ച് ആദ്യത്തേത് റെഡ് വരാം, രണ്ടാമത്തത് ബ്ലാക്ക് വരാം. R1 ആൻഡ് B2 അല്ലേ? ആദ്യത്തെ ബ്ലാക്ക് വരാം, രണ്ടാമത്തെ റെഡ് വരാം. ഓർ ആദ്യത്തെ റെഡ് വരാം, രണ്ടാമത്തെ ബ്ലാക്ക് വരാം. മീൻസ് വൺ ഓഫ് ദം ഷുഡ് ബി ബ്ലാക്ക് ഓർ റെഡ്. ഇതിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് നമുക്കറിയാം. ഇത് രണ്ടും ആദ്യത്തേത് ബ്ലാക്ക്, രണ്ടാമത്തത് റെഡ്. ദെൻ ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്.
കാരണം എന്താണ്, ഇവിടെ ആദ്യ ബ്ലാക്കും രണ്ടാമത്തെ റെഡും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തത് റെഡും രണ്ടാമത്തെ ബ്ലാക്കും കിട്ടത്തില്ല അല്ലെ. ആദ്യത്തെ ഇത് ഒരു ബ്ലാക്കും റെഡും കിട്ടിയാൽ പിന്നെ രണ്ടാമത്തെ ഇവന്റ് കിട്ടുമ്പോൾ ആദ്യം ബ്ലാക്ക് പിന്നെ രണ്ടാമത്തെ റെഡും കിട്ടി, അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ രണ്ടാമത്തെ ഇവന്റും ഇതുമായിട്ട് കോമൺ ആയിട്ട് ഒന്നുമില്ല. കാരണം എന്താ, ആദ്യത്തെ ഇവന്റ് B1ഉം R2ഉം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു അത്. അപ്പൊ പിന്നെ ആദ്യത്തിനകത്ത് R1ഉം രണ്ടാമത്തിനകത്ത് B2ഉം കിട്ടാനുള്ള ചാൻസ് ഇല്ല. ദാറ്റ് മീൻസ് ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി എഴുതുമ്പോൾ എന്ത് എഴുതാം, യൂണിയന്റെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ P of B1 യൂണിയന്റെ ഫോർമുല അഡീഷൻ തിയറം P of B1 ഇന്റർസെക്ഷൻ R2 പ്ലസ് P of R1 intersection B2 minus their intersection. Since they are mutually exclusive, their intersection is 0 എന്ന് എഴുതാം. ഓക്കെ, എക്സ്ക്ലൂസീവ് ആവുമ്പോൾ ഇന്റർസെക്ഷൻ 0 എന്നല്ല, അതിന്റെ പ്രോബബിലിറ്റി ഓഫ് their intersection is 0. That means intersection is null set വരും. ഓക്കെ, സോ ദാറ്റ്സ് വൈ. അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തോളാം. ബിക്കോസ് their intersection is 0 and null set, so probability of they are mutually exclusive, therefore probability is equal to 0. സോ P of, ഇനി again നമ്മൾ പറഞ്ഞു ഇത് രണ്ടും മ്യൂച്വലി ഇൻഡിപെൻഡന്റ് ആണ്. സോ P of B1 into P of R2 എന്ന് എഴുതാം പ്ലസ് P of R1 into P of B2 എന്ന് എഴുതാം. P of B1 എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലാക്ക് കിട്ടണം. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5/9 ആണ്. സോ 5/9 into റെഡ് കിട്ടാനുള്ള ചാൻസ് 4/9 ആണ്. ഓർ മീൻസ് പ്ലസ് തിരിച്ച് സെയിം തന്നെ വരും അല്ലെ, 4/9 into 5/9 വരും. സോ ഇത് ടോട്ടൽ 81 എന്ന് താഴെ വരും. ഇത് 5 into 4 20 വരും. ഇത് അഗെയിൻ 20 വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 40/81. സോ ദാറ്റ്സ് ദ ആൻസർ. ഓക്കെ മക്കളെ, മനസ്സിലായോ? പിന്നെ നിങ്ങളൊന്ന് സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നോക്കിയാൽ മതി, ഈ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. അതിനകത്ത് ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംഭവം എളുപ്പമാണ്. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Probability of solving a specific problem independently by A and B are 1/2, 1/3 respectively. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് A എന്ന് തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് A is equal to 1/2, പ്രോബബിലിറ്റി ഓഫ് B is equal to 1/3 തന്നിട്ടുണ്ട്. If both try to solve the problem independently, അല്ലെ, രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. Find the probability, that means they are independent. Find the probability that the problem is solved. ഒന്നാമത്തെ കേസ് അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കിട്ടണം. സൊല്യൂഷൻ കിട്ടുക എന്ന് വെച്ചാൽ എന്താ മീനിങ്, എ ചെയ്യാം ഓർ ബി ചെയ്യാം ഓർ രണ്ടും കൂടെ ചെയ്യാം, രണ്ടു പേർക്കും ചെയ്യാം. അതായത് നമുക്ക് വേണ്ടതാണ് പ്രോബബിലിറ്റി ഓഫ് എ സോൾവ് ദ പ്രോബ്ലം ആൻഡ് ബി ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം, ഇങ്ങനെ എടുക്കാം. ഓർ മീൻസ് യൂണിയൻ, എ സോൾവ് ചെയ്യാതിരിക്കാം ആൻഡ് ബി സോൾവ് ചെയ്യാം, അപ്പോഴും സൊല്യൂഷനായി. ഓർ ഇനി എന്താണ്, രണ്ട് പേരും സോൾവ് ചെയ്യാം, എ സോൾവ് ആൻഡ് ബി സോൾവ് ദ പ്രോബ്ലം അല്ലേ. അപ്പോ ഇത് എല്ലാം ഇങ്ങനെ എങ്ങനെ വന്നാലും ഒരു സൊല്യൂഷനായി. അപ്പം ഇതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാൽ മതിയാവും. ഇതെല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവാ, ഇത് കിട്ടിയാൽ ഇത് കിട്ടത്തില്ല. എ സോൾവ് ചെയ്തു, ബി സോൾവ് ചെയ്യാതിരിക്കും. അപ്പോൾ പിന്നെ എ സോൾവ് ചെയ്യാതിരിക്കുന്നതും ബി സോൾവ് ചെയ്യുന്നതുമായ ഒരു കേസ് ഉണ്ടാകത്തില്ല, ഇൻഡിപെൻഡന്റ്. ഇനി ഇതും ഇല്ല, അപ്പോൾ ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അതുകൊണ്ട് നമുക്ക് അഡീഷൻ തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ല എങ്കിൽ ഈ പ്രോബ്ലത്തിനെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത മക്കളെ, ഇതിനകത്ത് ആകെ ഒഴിവായി പോയേക്കുന്ന ഒരേ ഒരു കേസ് മാത്രമേ ഉള്ളൂ. ഏതാണ്? ഇത് നമ്മൾ ആകെ ഇതിനകത്ത് ഒഴിവായി പോയേക്കണ ഏതാ? എയും സോൾവ് ചെയ്യാതിരിക്കാം, ബിയും സോൾവ് ചെയ്യാതിരിക്കാം. അപ്പൊ ഇത്രയും കണ്ടുപിടിക്കുന്നതിന് പകരം വേണമെങ്കിൽ ഈ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണല്ലോ, അതിൽ നിന്നും അതിന്റെ പ്രോബബിലിറ്റി, അതായത് എ ഇന്റർസെക്ഷൻ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് അങ്ങ് കുറച്ചാൽ പോരെ. മനസ്സിലായോ? അതായത് ടോട്ടൽ പ്രോബബിലിറ്റി ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ആ 1 കിട്ടുന്ന സാമ്പിൾ സ്പേസ് ഫുള്ള് കിട്ടുന്നു. അപ്പൊ ആ സാമ്പിൾ സ്പേസിനകത്ത് ആകെ ഒഴിവായി പോയേക്കുന്നത് 2 ഇവന്റ് വന്നാൽ ഒന്നുകിൽ ഇതും എയും ബി കോംപ്ലിമെന്റും, അല്ലെങ്കിൽ എ കോംപ്ലിമെന്റും ബിയും, അല്ലെങ്കിൽ എയും ബിയും. ആകെ ഒഴിവായി പോയതേക്കണേ എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ്. അപ്പൊ ഇതൊന്നും ഒഴിവായി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അതായിരിക്കും നമുക്ക് കൂടുതൽ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്താലും മതി, ഇതിന്റെ ഓരോന്നിനും പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. സോ ഇറ്റ് ഈസ് 1 മൈനസ്. ഇനി നമുക്ക് വേണമെങ്കിൽ പി ഓഫ് എ
യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് എഴുതിക്കൂടെ? കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ ഡിമോർഗൻസ് ലോ വെച്ച് എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈസ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് വാട്ട് ഈസ് പി ഓഫ് എ യൂണിയൻ ബി ഓൾ ഡാഷ് പി ഓഫ് എ യൂണിയൻ ബി ഓൾ ഡാഷ് അല്ലേ? അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാൽ മതിയാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈസ് സെയിം ആസ് അഗെയിൻ നമുക്ക് 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് 1 മൈനസ് 1 ആവും, അത് ക്യാൻസൽ ആയി പോകും. പ്ലസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് വരും. സോ പി ഓഫ് എ യൂണിയൻ ബി. ഇനി നമുക്ക് പി ഓഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/2 ആണ്, പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/3 ആണ്, മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ്, അതുകൊണ്ട് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് വരും. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 1/3 എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്കിതിനെ 1/2 ഇൻറ്റു 1/3 എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് ആദ്യത്തത് വരുമ്പോൾ നമുക്ക് 5 വരും, ടോട്ടൽ 6 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇത് 3 വരും, ഇത് 2 വരും, -1. സോ ദാറ്റ് ഈസ് 4/6 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 2/3 എന്ന് എഴുതാം. ഇനി ഇത് നമ്മൾ സാധാരണ ചെയ്തു വന്ന പോലെ അങ്ങ് ചെയ്തു പോയതാ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത്രയും പോകാണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ സാധനം ചെയ്യാം. എങ്ങനെയെന്ന് അറിയാമോ? ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് എഴുതാം 1 മൈനസ് പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ആയിട്ട് തന്നെ ചെയ്തിരുന്നു. എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ 1 മൈനസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/2 ആണെങ്കിൽ പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 മൈനസ് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/2, അപ്പോൾ 1/2 എന്ന് വരും. ഓക്കെ, ഇൻറ്റു പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അപ്പോൾ പി ഓഫ് ബി ഡാഷ് എന്ന് പറഞ്ഞാലോ, നമുക്ക് എവിടെയൊന്ന് കണ്ടുപിടിച്ചേക്കാം. പി ഓഫ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/3 എന്ന് വരും. 1 മൈനസ് 1/3 എന്ന് പറഞ്ഞാൽ 2/3 എന്ന് വരും. ഇത് വെട്ടിപ്പോവും. സോ 1 മൈനസ് 1/3 ദാറ്റ്സ് ഈക്വൽ ടു ക്രോസ് ചെയ്യുമ്പോൾ 3 മൈനസ് 1, 3 മൈനസ് 1/3 2/3. അപ്പോൾ നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പോൾ വേണമെങ്കിൽ ഇത്രയും ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് ചെയ്താലും മതിയാവും. രണ്ട് തരത്തിലും വേണമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി പറയുന്ന സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്സ് ദ പ്രോബ്ലം. അതാണ് അടുത്ത് പറയുന്നത്. എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്സ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരാൾ മാത്രമേ പ്രോബ്ലം സോൾവ് ചെയ്യാവുള്ളൂ. എന്ന് പറഞ്ഞാൽ എ സോൾവ് ചെയ്താൽ ബി സോൾവ് ചെയ്യാൻ പാടില്ല. A solves the problem and B does not solve the problem. Or means union. A does not solve the problem and B solve the problem. So ഇതിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് കിട്ടിയാൽ മതിയാകും. ഇത് നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു പി ഓഫ്, ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. സോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് അഡീഷൻ തിയറം അപ്ലൈ ചെയ്യണം, പ്ലസ് പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി എന്ന് വരും. ഇത് രണ്ടും മ്യൂച്വലി ഇൻഡിപെൻഡന്റ് ആണ്. സോ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ് ഓർ പ്ലസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. പി ഓഫ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഈസ് 2/3 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് എ ഡാഷും 1/2 തന്നെയാണ്. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ടോട്ടൽ 6 വരും ഡിനോമിനേറ്റർ. ഇത് 2 + 1 ദാറ്റ്സ് ഈക്വൽ ടു 3 ഔട്ട് ഓഫ് 6 എന്ന് വരും, 1/2 എന്ന് വരും. ഓക്കെ മക്കളെ, യെസ്. ഇത് വളരെ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പല എക്സാമിനേഷന് പല വർഷങ്ങളിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം നോട്ട് ചെയ്തോണം. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, and one more problem. This is the 30th problem. A husband and wife appear in an interview for 2 vacancies in the same post.
ഒരു പോസ്റ്റ് സെയിം 2 വേക്കൻസീസ് ഉണ്ട്, സെയിം പോസ്റ്റിൽ തന്നെയുള്ള 2 വേക്കൻസീസ്. അതിനുവേണ്ടി ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്. പ്രോബബിലിറ്റി ഓഫ് ഹസ്ബൻഡ്സ് സെലക്ഷൻ ഈസ് 1/7 and that of wife's selection is 1/5. What is the probability that only one is selected? കാര്യം നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് ഹസ്ബൻഡിന്റെ സെലക്ഷന് ഉള്ള പ്രോബബിലിറ്റിക്ക് നമുക്ക് P of H എന്ന് വിളിക്കാം. That is given 1/7 and P of വൈഫിന്റെ സെലക്ഷന് അതിന് 1/5 എന്ന് വിളിക്കാം. 1/5 എന്നാണല്ലോ വാല്യൂ തന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്ന what is the probability that only one is selected എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഹസ്ബൻഡ് സെലക്ട് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ വൈഫിനെ സെലക്ട് ചെയ്യാൻ പാടില്ല. മീൻസ് സെലക്ഷൻ ഓഫ് ഹസ്ബൻഡ് ആൻഡ് റിജക്ഷൻ ഓഫ് വൈഫ്, H and wife complement, or means union H dash intersection W. ഇതിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് വേണ്ടത്. കാര്യം മനസ്സിലായാലോ മക്കളെ? ഹസ്ബൻഡിനെ സെലക്ട് ചെയ്താൽ വൈഫിനെ സെലക്ട് ചെയ്യാൻ പാടില്ല, ഓർ തിരിച്ച് ഹസ്ബൻഡിനെ സെലക്ട് ചെയ്യുക വൈഫിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഹസ്ബൻഡിനെ സെലക്ട് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ഇൻഡിപെൻഡന്റ്. ഹസ്ബൻഡ് സെലക്ഷനും വൈഫിന്റെ സെലക്ഷൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, എല്ലാം ഇൻഡിപെൻഡന്റ് ആണ്. കാരണം രണ്ടുപേരും 2 സെപ്പറേറ്റ് പേഴ്സൺസ് ആണ് ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് H intersection W dash or means plus probability of H dash intersection W. രണ്ടും കോമൺ ആയിട്ട് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് H എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ ഇംപ്ലൈസ് പ്രോബബിലിറ്റി ഓഫ് H ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 മൈനസ് P of H ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് 1/7 ആണ്. ദാറ്റ് ഈസ് 6/7 ആയിരിക്കും. സിമിലർലി P of W ഡാഷ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് P of W, ദാറ്റ് ഈസ് 1 മൈനസ് 1/5, ദാറ്റ് ഈസ് 4/5. ഈ വാല്യൂ ഇവിടെ കൊടുത്താൽ മതി. ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആണല്ലോ, അതുകൊണ്ട് P of H into P of W dash plus P of H dash into P of W, that is 1/7 into 4/5, or means plus, then അടുത്തത് 6/7 into 1/5. Okay, so it is 35. ഒരുമിച്ച് എഴുതാം. 4 plus 6 എന്ന് വരും 10/35. വേണേ നമുക്ക് അതിനെ ഒരു 5 കൊണ്ട് കട്ട് ചെയ്യാം, അപ്പോൾ നമുക്ക് 2/7 എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് ദ ഫൈനൽ വാല്യൂ. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ തിയറവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പ്രോബ്ലംസ് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഏരിയ വളരെ എളുപ്പമായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ കാര്യങ്ങളുമായി കാണാം. അതുവരേക്കും നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത് നല്ല എളുപ്പമായി തീരും. പ്രത്യേകിച്ച് ഒന്നുമില്ല, ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ മക്കളെ, for the time let us say goodbye and let's see in the next class. Then have a nice day. Goodbye.